ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലി നാൻസി. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണ്. കേൾക്കാം. ഞാൻ ജെറി, കോട്ടയമാണ് സ്വദേശം. എനിക്കിപ്പോൾ 27 വയസ്സായി. വീട്ടിൽ അപ്പനും അമ്മച്ചിയും 2 പെങ്ങന്മാരുമാണ് ഉള്ളത്. ദാരിദ്ര്യത്തിന് നടുക്കായിരുന്നു എൻ്റെ ബാല്യവും കൗമാരവും എല്ലാം. അപ്പൻ ജെയിംസ്, അമ്മച്ചി ഡെയ്സി. എൻ്റെ 2 പെങ്ങന്മാരിൽ ഒരാൾ എന്നേക്കാൾ 2 വയസ്സ് മൂത്തത്. പേര് ജെസ്സി. രണ്ടാമത്തേത് എന്നേക്കാൾ 2 വയസ്സ് ഇളയത്. പേര് ജെനി. അപ്പന് റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു ജോലി. അമ്മയ്ക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സായ എനിക്ക് വീട്ടിലെ സാമ്പത്തികം തുടർ പഠനത്തിനൊരു തടസ്സമായി. ചേച്ചി ജെസ്സിയെ കല്യാണം കഴിപ്പിച്ച് തന്നെ ആകെയുള്ള 10 സെൻറ്റ് സ്ഥലത്തിൻ്റെ ആധാരം പണയം വെച്ചിട്ടാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലം തികയും മുന്നേ അവൾക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്നും പറഞ്ഞ് കെട്ടിയോൻ അവളെ ഉപേക്ഷിച്ചു. അന്നേരം ഞാൻ അപ്പൻ്റെ ഒപ്പം ടാപ്പിങ്ങും അവറാൻ മുതലാളിയുടെ പറമ്പിലെ പണിയും ഒക്കെയായി നടക്കുകയായിരുന്നു. എനിക്ക് പഠിക്കാൻ കഴിയാത്തതിനാൽ അനിയത്തി ജെനിയെ എങ്ങനെയും അവളുടെ ആഗ്രഹം പോലെ പഠിപ്പിക്കണം എന്നെനിക്ക് വാശിയുണ്ടായിരുന്നു. എൻ്റെ കഷ്ടപ്പാടറിഞ്ഞ് അവൾ നന്നായി പഠിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പറയും മുന്നേ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തെക്കുറിച്ച് പറയാം. എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളായിരുന്നു. സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരു ബസ് അപകടത്തിലൂടെ അപ്പൻ്റെയും അമ്മയുടെയും അപ്പനെയും അമ്മയും ദൈവം തിരിച്ചു വിളിച്ചത്. അന്ന് അവർ താമസിച്ചത് ആലപ്പുഴയിലായിരുന്നു. അപ്പനും അമ്മയും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അന്ന് അപ്പന് 15 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പ്രായപൂർത്തിയാവും മുന്നേ തനിച്ചായതുകൊണ്ട് നാട്ടുകാരപ്പനെ അമ്മയും അടുത്തുള്ളൊരു അനാഥാലയത്തിലാക്കി. അവിടുന്ന് 18 വയസ്സായപ്പോൾ അപ്പൻ ഇറങ്ങി. പിന്നീട് ജോലി തേടിയുള്ള അലച്ചിലായിരുന്നു. അവസാനം അപ്പൻ എത്തിപ്പെട്ടത് കോട്ടയത്ത്. അപ്പൻ ഇവിടെ ഒരു ജോലിയും സ്ഥലവും വീടും ശരിയായപ്പോൾ അമ്മയ്ക്ക് 18 വയസ്സ് തികഞ്ഞിരുന്നു. അങ്ങനെ എല്ലാം തയ്യാറായപ്പോൾ അപ്പൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടു വന്നു. അന്നും അവർ സഹോദരങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു. എന്നാൽ നാട്ടുകാരുടെ കണ്ണിൽ ഇവർ ഭാര്യയും ഭർത്താവും. ഇതിനെക്കുറിച്ച് 2 ആളും അറിഞ്ഞിരുന്നെങ്കിലും തിരുത്താൻ മുതിർന്നില്ല. പിന്നീട് എങ്ങനെയോ 2 ആളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുത്ത് അവർ സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങി. അപ്പോൾ ഇതാണ് അമ്മച്ചിയുടെ അപ്പൻ്റെയും ചരിത്രം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പെങ്ങന്മാരെയും അമ്മച്ചിയെയും വേറൊരു കണ്ണോടുകൂടിയേ കണ്ടിട്ടുള്ളൂ. അമ്മച്ചിക്ക് 50 വയസ്സുണ്ട് കാണാൻ. സീരിയൽ നടി ബീന ആൻ്റണിയെ പോലിരിക്കും. അതേ തടി, അതേ ബാക്ക്, അതേ നിറം. ജെസ്സി ചേച്ചിയാണെങ്കിൽ ആൻ അഗസ്റ്റിനെ പോലിരിക്കും. അനിയത്തി ജെനി ദൃശ്യ രഘുനാഥിനെ പോലെയും ദൃശ്യേക്കാൾ കുറച്ചുകൂടി തടി കൂടുതലാണെന്ന് മാത്രം. അങ്ങനെ എൻ്റെ അപ്പൻ്റെയും വരുമാനത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇടുത്തി പോലെ അപ്പന് സ്ട്രോക്ക് വരുന്നത്. തലയിലൊരു വലിയ ഓപ്പറേഷൻ വേണം പോലും. എല്ലാം കൊണ്ടും ഞാൻ തകർന്നു പോയി. ഓപ്പറേഷൻ ചെയ്യാൻ വലിയൊരു തുക വേണം. വീടിൻ്റെ ആധാരം നേരത്തെ പണയത്തിലായതുകൊണ്ട് ആ വഴി നേരത്തെ അടഞ്ഞു. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തെ പോലൊരാൾ അമ്മച്ചിയുടെ മുന്നിലേക്ക് വന്നത്. അമ്മച്ചിയോടൊപ്പം അനാഥാലയത്തിലുണ്ടായിരുന്നൊരു സ്ത്രീ. പേര് മഞ്ജു വിനോദ്. അവർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ തരാമെന്ന് സമ്മതിച്ചു. പക്ഷെ ഒന്ന് മാത്രം. പകരം അവർ ചോദിക്കുന്നത് എന്തും ഞങ്ങൾ കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയിൽ. എന്നെ അമ്മച്ചിയെ മാറ്റി നിർത്തി അവർ സംസാരിക്കുന്നത്. ആ അവസ്ഥയിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാനും അമ്മച്ചിയെ സമ്മതിച്ചു. അങ്ങനെ അവർ പണം നൽകി. അപ്പൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നീട് സമാധാനത്തോടെ ആലോചിച്ചപ്പോഴാണ് അവർ എൻ്റെ ജെസ്സിയും ജെനിയും കണ്ടാണോ പണം തന്നത് എന്ന് തോന്നിയത്. ഇനി അവരെൻ്റെ പെങ്ങന്മാരെ മറ്റാർക്കെങ്കിലും കൂട്ടിക്കൊടുക്കുമോ? അതെൻ്റെ നെഞ്ചിൽ തീയായി പടർന്നു. അപ്പനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിലാകെ 2 മുറിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മുറി അത്യാവശ്യം വലുതാണ്. അതിലൊരു കട്ടിലിൽ ജെസ്സിയും ജെനിയും, ഒരു കട്ടിലിൽ ഞാനും, അപ്പുറത്തെ മുറിയിലെ ചെറിയ കട്ടിലിൽ അപ്പനും അമ്മച്ചിയും. അങ്ങനായിരുന്നു കിടന്നിരുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം ഞാൻ കിടന്നിരുന്ന ചെറിയ കട്ടിൽ അപ്പൻ്റെ അമ്മച്ചിയുടെയും റൂമിലേക്ക് മാറ്റി. എന്നിട്ട് അപ്പന് തനിച്ചൊരു കട്ടിലും അമ്മയ്ക്ക് വേറൊരെണ്ണവും കൊടുത്തു. ഞാൻ പായയിൽ എൻ്റെ കട്ടിലിട്ടിരുന്നിടത്ത് കിടന്നു.
അപ്പൻ്റെ ഒരു സൈഡ് മുഴുവനായിട്ട് തളർന്നിരുന്നു. ക്രമേണ നേരെയാവൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത്. ദിവസങ്ങൾ കഴിഞ്ഞു. ഞാൻ അപ്പൻ്റെ ജോലി കൂടി ഏറ്റെടുത്തു. എൻ്റെ കഷ്ടപ്പാട് കണ്ട് പഠനം നിർത്താൻ ജെനി നോക്കിയെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എല്ലുമുറിയെ പണിയെടുത്തു. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അടങ്ങാത്ത കാമമുണ്ട് എന്നെനിക്കറിയാം. എന്നിരുന്നാലും അവരൊരു ചീത്തപ്പേരും കേൾപ്പിക്കില്ല എന്നെനിക്ക് വിശ്വാസമായിരുന്നു. അമ്മച്ചി മുഴുവൻ സമയം അപ്പൻ്റെ കാര്യം നോക്കി ഇരിപ്പായി. ഇപ്പോൾ എൻ്റെയും വീട്ടിലെയും കാര്യങ്ങൾ നോക്കുന്ന ജെസ്സിയാണ്. പ്രായത്തിൽ മൂത്തതാണെങ്കിലും ഞാൻ ഒരിക്കലും അവളെ ജെസ്സി ചേച്ചി എന്ന് വിളിച്ചിരുന്നില്ല. ജെനിയെ ഞാൻ നഴ്സിങ്ങിന് ചേർത്ത് അവളെ കോളേജിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലിലാക്കി. ജെനി പോയതോടെ ജെസ്സി എൻ്റെ കിടത്തം കട്ടിലേക്ക് മാറ്റി. അവളുടെ ഒപ്പം കിടക്കുമ്പോൾ എൻ്റെ മൂഡ് പോകും. എങ്കിലും ഞാൻ മനസാന്നിധ്യം വിടാതെ കഴിച്ചുകൂട്ടി. ജെസ്സി വീട്ടിൽ എപ്പോഴും മാക്സിയാണ് ഇടുന്നത്. അതിലുള്ള അവളുടെ സീൻ കാണാറുണ്ടെങ്കിലും ഞാൻ ഒഴിഞ്ഞു മാറി നടന്നു. അങ്ങനെ രാവിലത്തെ ടാപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറിയൊരു ദിവസം ഞാൻ വന്ന് കയറുമ്പോൾ താഴെ ഒരു കാറ് കിടക്കുന്ന ഞാൻ കണ്ടു. ഞാൻ ആരാ വന്നതെന്ന ആകാംക്ഷയിൽ വീടിൻ്റെ അകത്തേക്ക് കയറി. അകത്ത് കയറിയ ആളെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചിടിപ്പ് കൂടി. മഞ്ജു വിനോദ്. അവരപ്പൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഞാൻ വീടിൻ്റെ അകത്തേക്ക് കയറുകയായിരുന്നു. ആ, മോൻ വന്നോ? മോനെ കണ്ടില്ലെന്ന് ഇവളോട് പറയുമായിരുന്നു. എന്നെ കണ്ട പാടെ അവർ ചോദിച്ചപ്പോൾ ഞാൻ അവരെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചേച്ചും വരാം. ഞാൻ വേഗം പുറത്ത് ബാത്റൂമിലേക്ക് കയറി. അപ്പോഴേക്കും ജെസ്സി എനിക്ക് മാറാനുള്ള കള്ളിമുണ്ടും തല തോർത്തും കൊണ്ടുവന്ന് തന്നിരുന്നു. ഞാൻ കുളി കഴിഞ്ഞ് മുണ്ടും എടുത്ത് വീട്ടിലേക്ക് കയറി. ഹാളിൽ തന്നെ അമ്മയും മഞ്ജു ഇരിപ്പുണ്ടായിരുന്നു. ഷർട്ടിടാതെ കയറി ചെല്ലുന്ന എന്നെ അവരുടെ കണ്ണുകൾ കൊത്തി വലിക്കുന്നുണ്ട്. ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ തന്നെ ജെസ്സി എനിക്ക് കഴിക്കാനെടുത്തു. അപ്പോൾ മഞ്ജു പറഞ്ഞു, ജെറിമോനൊന്ന് ഒരുങ്ങി വാ, നമുക്കൊരിടം വരെ പോകണം. ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വസ്ത്രം മാറി വന്നു. മാറുന്നതിൻ്റെ ഇടയിൽ പല സംശയവും ചോദ്യവും തോന്നിയെങ്കിലും എന്താണെങ്കിലും നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റെഡിയായി. ഒരു വെള്ളമുണ്ടും കറുപ്പ് ഷർട്ടും. ഞാൻ മുറിയിൽ നിന്നും മാറ്റി പുറത്ത് വന്നപ്പോഴാണ് ഒരു വെള്ളയിൽ ചുവന്നതും കറുപ്പും പൂക്കളുള്ളൊരു സാരിയും കറുപ്പ് ബ്ലൗസും ഉടുത്ത് അമ്മച്ചി നിൽക്കുന്ന കണ്ടത്. എന്നെ കണ്ടപ്പോൾ മഞ്ജു ചോദിച്ചു, പോവാം? അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി. കാർ ഓടിക്കുന്നവരാണ്. അമ്മച്ചി മുന്നിലും പിന്നിലും ഞാനും. മുന്നിലിരുന്ന് അവർ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇടയ്ക്ക് മിററിലൂടെ നോക്കുന്ന അവരുടെ കണ്ണുകൾ എന്നെ കൊത്തി വലിക്കുന്നുണ്ട്. അവർ ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ആഡംബര ഹോട്ടലിലേക്കാണ്. ഞാനും അമ്മച്ചിയും ഇത്രയും വലിയൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ്. അതിൻ്റെ വെപ്രാളം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മഞ്ജുവിൻ്റെ പിറകെ നടന്നു. ലിഫ്റ്റ് കയറി 5-ാം നിലയിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് പിന്നെയും നടന്നു. ലാസ്റ്റ് ഞങ്ങൾ ഒരു മുറിയുടെ മുന്നിലെത്തി. മഞ്ജു കയ്യിലുണ്ടായിരുന്ന കീ കൊണ്ട് ഡോറ് തുറന്നു. ഒന്ന് ശങ്കിച്ചെങ്കിലും അവർക്ക് പിന്നാലെ ഞങ്ങളും കയറി. ഇരിക്ക്. ഞാനും അമ്മയും മടിച്ചു നിന്നു. അത് കണ്ട് മഞ്ജു പറഞ്ഞു, ഹാ ഇരിക്കുന്നേ. ഞങ്ങളിരുന്നു. കുടിക്കാൻ എന്നതേലും പറയണോ? വേണ്ട, നീ എന്തിനാ ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നമ്മച്ചി ചോദിച്ചു. അത് പറയാം. അതിനു മുന്നേ ഞാനന്ന് ഹോസ്പിറ്റലിൽ വെച്ച് പണം തരുമ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഞാൻ എന്ത് ചോദിച്ചാലും തരണമെന്ന്. നീ ചോദിച്ചാൽ ഞാൻ എൻ്റെ ജീവൻ തന്നെ തരും മഞ്ജു. നിൻ്റെ ജീവനും ശരീരവും കിട്ടിയിട്ട് എനിക്കൊരു ഉപകാരവും ഇല്ല. എനിക്ക് വേണ്ടത് നിൻ്റെ മക്കളിലൊന്നിനെയാ. എൻ്റെ മക്കളെയോ? എന്തിന്? ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? സത്യം പറയാലോ, എൻ്റെ ജോലി എന്ന് പറയുന്നത് കാമം അടക്കാൻ പണക്കാർക്ക് ആളുകളെ എത്തിച്ചു കൊടുക്കുന്നതാ. ഒറ്റ വാക്കി പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പ്. ഞാനും അമ്മച്ചിയും അത് കേട്ട് ഞെട്ടി. എൻ്റെ ജെസ്സിയും ജെനിയും സമ്മതിക്കില്ല. നീ എന്താ മഞ്ജു പറഞ്ഞു വരുന്നേ? എൻ്റെ ജെസ്സിയെയും ജെനിയെയും കൂട്ടിക്കൊടുക്കാൻ നിനക്ക് വേണമെന്നാണോ? അവരൊന്നും പറയാതെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് ഞാനും അമ്മച്ചിയും മുഖത്തോട് പരസ്പരം നോക്കി. മഞ്ജു,
നീ ചിരിക്കാതെ കാര്യം എന്നതാന്ന് വെച്ചാൽ പറയോ. എനിക്ക് നിൻ്റെ പെമ്മക്കളെ അല്ല വേണ്ടത്, പിന്നെ ദേ ഇവനെ. അവരെന്നെ ചൂണ്ടി പറഞ്ഞു. ഞാനത് കേട്ട് അമ്പരപ്പോടെ അമ്മച്ചിയും മഞ്ജുവിനെയും മാറി മാറി നോക്കി. അതേടി, കടിമൂത്ത പണക്കാരി പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ എത്തിച്ചു കൊടുക്കലാ എൻ്റെ ജോലി. നല്ല പണം കിട്ടും എനിക്കും ഇവനും. ഇവനൊരായുസ് കൊണ്ടുണ്ടാക്കുന്നത് 1 മാസം കൊണ്ടുണ്ടാക്കാം. എടി, നീ ഇതെന്നതാടി പറയണേ? അവർ പറഞ്ഞതിൽ ഒന്ന് മാത്രം എൻ്റെ മനസ്സിൽ തട്ടി. പണം. ഞാനൊരായുസ് കൊണ്ടുണ്ടാക്കുന്നത് 1 മാസം കൊണ്ടുണ്ടാക്കാം. എനിക്ക് വേണ്ടത് പണമാണ്. എൻ്റെ കുടുംബത്തിനെ നല്ല നിലയിലെത്തിക്കാൻ എനിക്ക് പണം വേണം. എൻ്റെ ജെസ്സിക്കൊരു ജീവിതം, എൻ്റെ ജെനിമോളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ, കെട്ടിച്ചയക്കാൻ, അപ്പന് ചികിത്സയ്ക്ക് ബാങ്കിൽ വെച്ചിരിക്കുന്ന ആധാരം എടുക്കാൻ, എല്ലാം എനിക്ക് പണം വേണം. മഞ്ജു തുടർന്നു. ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം. ഇതിനെക്കുറിച്ച് നമ്മൾ 3 അല്ലാതെ നിങ്ങളുമായി ബന്ധപ്പെട്ട വേറെ ആരും അറിയില്ല. ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാനുള്ള പണം ഉണ്ടാക്കാം. അതിന് നിങ്ങളുടെ സമ്മതം മാത്രം മതി. ജെറിയുടെ ഉറച്ച ശരീരവും കഴിവും മാത്രം മതി അതിന്. എന്നാലും എനിക്ക് സമ്മതമാ അമ്മച്ചി. മോനെ, മടുത്തമ്മച്ചി. എത്ര നാളാണ് ഇങ്ങനെ നരകിച്ച് ജീവിക്കുന്നേ? എൻ്റെ ജെസ്സിക്കൊരു ജീവിതം ഉണ്ടാക്കാൻ, എൻ്റെ ജെനിമോളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ, കെട്ടിച്ചയക്കാൻ, അപ്പന് ചികിത്സിക്കാൻ, ബാങ്കിൽ വെച്ചിരിക്കുന്ന ആധാരം എടുക്കാൻ, എല്ലാത്തിനും പണം വേണം. അതിന് ഏറ്റവും നല്ല വഴിയാണ് അമ്മച്ചി എൻ്റെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. എനിക്ക് സമ്മതമാ. എന്നാൽ നമുക്ക് നാളെ തന്നെ ഇവിടുന്ന് പോകണം. പിന്നെ നീ ഫ്രഷല്ലേ? അതെ. എന്നാ നിൻ്റെ ഡ്രസ്സെല്ലാം ഊരി മാറ്റിയേ. അത് ഞാൻ അമ്മച്ചിയുടെ മുന്നിൽ വെച്ച്. ഇനി തൊട്ട് ഞാൻ പറയുന്നതായിരിക്കണം നീ അനുസരിക്കേണ്ടത്. നാളെ ചിലപ്പോൾ 5 or 6 പെണ്ണുങ്ങളുടെ നടുവിൽ വെച്ച് നിനക്ക് തുണി അഴിക്കേണ്ടി വരും. എന്തമ്മച്ചി? അപ്പൻ്റെ പെങ്ങളായ അമ്മച്ചിയെ അപ്പൻ കല്യാണം കഴിച്ചു. എന്നെ അവളുമാരെയും ഉണ്ടാക്കി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വേഗം ഞാൻ എൻ്റെ ഷർട്ട് അഴിച്ചു, പിന്നെ മുണ്ടും. അമ്മച്ചിയുടെയും മഞ്ജുവിൻ്റെയും മുന്നിൽ ഒരു ഷോർട്സ് മാത്രം ഇട്ട് ഞാൻ നിന്നു. അമ്മച്ചി മുഖം തിരിച്ചു. മഞ്ജു കൊതിയോടെ എൻ്റെ ശരീരം മുഴുവൻ കൊത്തി വലിക്കുകയാണ്. സ്വന്തം അമ്മച്ചിയുടെ മുന്നിലായതിൻ്റെ ചമ്മലുണ്ട്. എന്നാലും കാര്യമാക്കിയില്ല. ഇനി എന്നെക്കുറിച്ച് പറയാം. 27 വയസ്സ്, വെളുത്ത നിറം, പിന്നെ പറമ്പിൽ വെയിലത്ത് പണിയെടുത്ത് അത് കുറച്ച് മങ്ങിയിട്ടുണ്ട്. മസിൽ നിറഞ്ഞ ഉറച്ച ശരീരം, നെഞ്ചിൽ നിറഞ്ഞ കറുത്ത രോമങ്ങൾ, കട്ടിയുള്ള മുടിയും നീണ്ടു വളർന്ന താടിയും മീശയും. അത്യാവശ്യം വണ്ണമുണ്ട്. ഏകദേശം ഒരു 90% കാണാൻ കൽക്കി സിനിമയിലെ അമറിനെ പോലെ. നീ കൊള്ളാലോടാ, നീ ഈ ഫീൽഡിൽ ശോഭിക്കും. മഞ്ജുവിൻ്റെ വർണ്ണന കേട്ട് അമ്മച്ചി എന്നെ നോക്കി. എന്നിട്ട് അമ്പരപ്പോടെ എൻ്റെ മുഖത്തേക്കും. ഞാനപ്പോൾ അമ്മച്ചിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. ഒരു പണി ചെയ്യാം ഡെയ്സി, നിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ചെക്കനെ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. നീ കാഴ്ചക്കാരിയായിട്ടിരിക്കെ. ചെക്കൻ്റെ നാണം കുറച്ചുകൂടെ മാറ്റാനുണ്ട്. മഞ്ജുവിൻ്റെ സംസാരം കേട്ട് ഞാനും അമ്മച്ചിയും ഞെട്ടി. അമ്മച്ചി ഇല്ലായിരുന്നേ പ്രശ്നമില്ലായിരുന്നു. ഞെട്ടണ്ട, ഞാൻ പറയുന്ന അനുസരിച്ചാ നിങ്ങൾക്ക് നല്ലത്. മഞ്ജു പറയുന്ന കേട്ട് അമ്മച്ചി മടിയോടെ സോഫയിലിരുന്നു. ഗാലറിയിലിരിക്കുന്ന അമ്മച്ചീനെ സാക്ഷിയാക്കി മഞ്ജു ചേച്ചി എനിക്ക് ചില സ്വർഗീയ അനുഭൂതികളൊക്കെ നൽകി. പക്ഷേ എനിക്കത്ര സ്റ്റാമിന ഇല്ലെന്ന് മഞ്ജു ചേച്ചി മനസ്സിലാക്കി. ഞാൻ ആദ്യമായിട്ടാ. കുഴപ്പമില്ലടാ, നിന്നെ ഒന്ന് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞേ ഞാൻ റൂട്ടിലിറക്കൂ. എന്നാ ഒരു പണി ചെയ്യേ, നിങ്ങൾ 2 ആളും വിട്ടോ. ജെറി, നീ എൻ്റെ കാറ് കൊണ്ടുപോക്കോ. എന്നിട്ട് നാളെ രാവിലെ തന്നെ എത്തിക്കോണം. അവരുടെ സംസാരത്തിന് സമ്മതം മൂളി ഡ്രസ്സ് തിരികെയിട്ട് അമ്മയെ കൂട്ടി വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് അവർ പറഞ്ഞതനുസരിച്ച് രാവിലെ തന്നെ ഞാൻ തിരിച്ചെത്തി. അവിടുന്ന് അവരെ കൂട്ടി നേരെ കൊച്ചിക്ക്. കോട്ടയത്ത് നിന്ന് നേരെ പോകുന്നത് കൊച്ചിയിലെ മഞ്ജുവിൻ്റെ വില്ലയിലേക്കാണ്. പണക്കാർ മാത്രം താമസിക്കുന്ന വില്ല. അതിലേറ്റവും അറ്റത്തതാണ് മഞ്ജുവിൻ്റെത്. ഞാൻ കാറിൽ നിന്നിറങ്ങി വാ പൊളിച്ച് ചുറ്റും നോക്കി.
ആദ്യമായാണ് ഇത്രയും സൗകര്യമുള്ളൊരു വീട് ഞാൻ തൊട്ടടുത്ത് കാണുന്നത്. ഇവിടെ മഞ്ജുവിൻ്റെ പോലത്തെ 20-ൽ കൂടുതൽ വില്ലകളുണ്ട്. എൻ്റെ നോട്ടം കണ്ട് മഞ്ജു പറഞ്ഞു, സിനിമ സീരിയൽ നടികളും കുറേ റിച്ച് പാർട്ടികളും ഇവിടെ താമസം. നമ്മൾ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. ഞാൻ അവൾ പറഞ്ഞതിന് തലയാട്ടി അകത്തേക്ക് കയറി. പിന്നീട് എൻ്റെ ഗ്രാമീണ കോലത്തിൽ നിന്നും എന്നെ മാറ്റുക എന്നതായിരുന്നു അവരുടെ ആദ്യ ജോലി. എൻ്റെ മുടി നല്ല സ്റ്റൈലായി വെട്ടിച്ചു, താടിയും മീശയും ഷേപ്പ് ചെയ്തു. എല്ലാം കൊണ്ടും എന്നെ ഒരു സിനിമാ നടൻ സ്റ്റൈലാക്കി. ഇപ്പം കണ്ട കൽക്കിയിലെ അമർ തന്നെ. ഇതിനു ശേഷം ഫിസിക്കൽ ട്രെയിനിങ് ആയിരുന്നു. അതിൻ്റെ കൂടെ വൈൽഡ് ഹരാസ്മെൻറ്റും എന്ന് വെച്ച ചില മാരകമായ പ്രയോഗങ്ങൾ. അങ്ങനെ 3 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫസ്റ്റ് ജോലിക്ക് ഇറങ്ങുക. രാവിലെ ഒരു 8 മണിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങി. മഞ്ജുവാണ് കാർ ഓടിക്കുന്നത്. ഇപ്പോൾ അവൾ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് കൂടിയാണ്. 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഞങ്ങളൊരു കായലിൻ്റെ സൈഡിലുള്ളൊരു വലിയ വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. ഇതിനിടയിൽ മഞ്ജു എനിക്ക് വലിയൊരു ബോട്ടിൽ വെള്ളം തന്നു. ഞാൻ സംശയത്തോടെ അവരെ നോക്കി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിനക്ക് പെട്ടെന്ന് പോവാതിരിക്കാനാ, ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോ, നല്ല സ്റ്റാമിന കിട്ടും. ഇതിന് വല്ല സൈഡ് എഫക്റ്റും? ഏയ്, നാച്ചുറലാ, പേടിക്കണ്ട. അങ്ങനെ ഞങ്ങൾ കാറ് നിർത്തി പുറത്തിറങ്ങി. ഞാൻ മഞ്ജുവിൻ്റെ പിറകെ നടന്നു. ഞങ്ങൾ കയറി ചെന്നത് ഒരു ഹാളിലേക്കാണ്. ഹാളിൽ വലിയ സോഫയിലായിട്ട് 5 പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട്. മഞ്ജു എനിക്ക് ഓരോ പെണ്ണുങ്ങളെ ആയിട്ട് പരിചയപ്പെടുത്തി. ജെറി, ഇത് സുഷമ മാഡം. സുഷമ 60 വയസ്സ് പ്രായം വരും. ബ്യൂട്ടി പാർലർ, ഡയറ്റ് എന്നിവ കൊണ്ട് 60 വയസ്സ് കടന്നു പിടിക്കാത്ത ശരീരം, ചുവന്ന ചുണ്ട്, സ്ലീവ്ലെസ് ചുരിദാർ, ടോപ്പും ലെഗിൻസുമാണ് ഡ്രസ്സ്. ഇത് സുഷമ മാഡത്തിൻ്റെ ഫ്രണ്ടാണ് മെഹ്റ ഇത്ത. മെഹ്റ വയസ്സൊരു 55 കാണും. തടിച്ചു കൊഴുത്ത മേത്തച്ച ചരക്ക്, വെണ്ണ പോലത്തെ ശരീരം, വയറ് നന്നായിട്ട് ചാടിയിട്ടുണ്ട്, നെയ്മുറ്റിയ ശരീരം, ഏറെക്കുറെ ഒരു ലെന, പർദ്ദയാണ് ഡ്രസ്സ്. ഇത് സുഷമ മാഡത്തിൻ്റെ മകളുടെ ഫ്രണ്ട് സാന്ദ്ര. സാന്ദ്ര വയസ്സൊരു 22 കാണും. ഇരുനിറത്തേക്കാൾ താഴെയാ നിറം. കല്യാണം കഴിഞ്ഞതാ, സിന്ദൂരം ഇട്ടിട്ടുണ്ട്, ജീൻസും ടോപ്പുമാണ് ഡ്രസ്സ്. ഇത് ഷീബ ചേച്ചിയും ചേച്ചിയുടെ മകൾ സേതുലക്ഷ്മിയും മാഡത്തിൻ്റെ ഫ്രണ്ടാണ്. ഷീബ വയസ്സ് 52. നടി മീനയ്ക്ക് ഇരുനിറവായാൽ എങ്ങനുണ്ടാവും അതുപോലെ. സേതുലക്ഷ്മി വയസ്സ് 25. അമ്മയേക്കാൾ കേമമാണ്. പിന്നെ ഇത് ജെറി, കോട്ടയവാ സ്വദേശം, വയസ്സ് 27. ഈ ഫീൽഡിൽ ഫസ്റ്റ് ടൈമാണ്. എന്നിട്ട് അപ്പോൾ സുഷമ്മ പറഞ്ഞു, ഓക്കെ മഞ്ജു, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. മഞ്ജു ഇനി നാളെ വന്നാൽ മതി. സുഷമ്മ മഞ്ജുവിനോട് പറഞ്ഞപ്പോൾ മഞ്ജു ചിരിയോടെ വിട വാങ്ങി. സുഷമ്മ പറഞ്ഞു, ആദ്യം ഓരോ ആളുകളായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പിന്നെ ഫസ്റ്റ് മെഹ്റയുമായിട്ട് മതി, അവൾക്ക് വേഗം പോകണം. അപ്പോൾ ജെറി ആ റൂമിലേക്ക് പൊക്കോ. അവർ പറഞ്ഞ റൂമിലേക്ക് ഞാൻ കയറി. അത്യാവശ്യം വലിയ മുറി, ഒരു വലിയ കട്ടിലുമുണ്ട്. ഞാൻ അങ്ങനെ റൂം നോക്കി നിൽക്കുമ്പോൾ മെഹ്റ റൂമിലേക്ക് കയറി വന്നു. അവരകത്തേക്ക് കയറ്റി. നടിലേന പർദ്ദയിട്ട് വന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലുണ്ട്. ചുവന്ന തടിച്ച തക്കാളി ചുണ്ട്, തടിച്ച കവിള്. മെഹറിത്തയുമായിട്ടുള്ള പണി പെട്ടെന്ന് കഴിഞ്ഞു. ഇത്താ, ഇനി അടുത്ത രീതിയിൽ. പടച്ചോനെ, ഇനിയോ? എനിക്ക് വയ്യ എൻ്റെ മോനെ, എനിക്ക് മതി. ജീവിതത്തിൽ ഞാൻ ഇത്രയും സൂചിച്ചിട്ടില്ല. എനിക്കിത് മതി. നീ വേറെ ആരെയെങ്കിലും വിളിക്കൂ. അവർ ബെഡ്റൂമിൽ നിന്നും എണീറ്റ് ബാത്റൂമിൽ പോയി. അവരുടെ കുലുങ്ങിയുള്ള നടത്തം നോക്കിയിരുന്നു. അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ ഉമ്മ വെച്ചു. എൻ്റെ ജീവിതത്തിൽ നിന്നെ ഞാൻ മറക്കില്ല. പിന്നെ ഇനിയും നമ്മൾ തമ്മിൽ കാണും. അന്ന് ഇതുപോലല്ല, നീ പറയുന്ന പോലൊക്കെ ഞാൻ നിന്ന് തരും. ഇപ്പം സമയമില്ല. അത് പറഞ്ഞ് അവർ മുറിക്ക് പുറത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഷമ അകത്തേക്ക് കയറി വന്നു. ഇത്രയും വലിയൊരു പണക്കാരിയുടെ കൂടെയാണ് നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് ഓർത്തപ്പോൾ ഞാനൊന്ന് വെട്ടി. ബെഡിൽ കയറി കിടക്ക്. ഞാൻ അവരെ അനുസരിച്ചു. പക്ഷേ അവരെനിക്കൊരു വിലയും തരാതുള്ള പരാക്രമങ്ങളായിരുന്നു. ശരിക്കും എന്നെ നിരാശനാക്കി.
അവർക്ക് പുറകെ 5 മിനിറ്റിന് ശേഷം സാന്ദ്ര അകത്തേക്ക് കയറി വന്നു. ഇനി അവൾ എങ്ങനെയാണോ എന്തോ. അവൾ അടുത്തേക്ക് വന്നപ്പോൾ അരയിൽ നിന്നും ബെഡ്ഷീറ്റ് മാറ്റാതെ ഞാൻ എഴുന്നേറ്റിരുന്നു. അവളും എൻ്റെ അടുത്ത് വന്നിരുന്നു. ഇനി ഇവൾ പറയും പോലെ കിടന്നു കൊടുക്കാം. സാന്ദ്ര ചോദിച്ചു, എന്താ വന്നപ്പോൾ കണ്ടൊരു തെളിച്ചം മുഖത്തില്ലല്ലോ? ഏയ് ഒന്നുമില്ല. തനിക്ക് എങ്ങനെയാ വേണ്ടത്? എന്ത് മനസ്സിലായില്ല? മുൻപ് വന്നവർ എന്നെ നന്നായി പരിഗണിച്ചില്ല. ഇനി തനിക്ക് എങ്ങനെയാ? എനിക്ക് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാവോ? സാന്ദ്ര ചോദിച്ചു. ഞാൻ അവളെ സംശയത്തിൽ നോക്കി. ഞാൻ കറുമ്പിയല്ലേ, അതുകൊണ്ട് ഏട്ടൻ എന്നെ ഇഷ്ടമാവുമോ? അയ്യോ, നിങ്ങളുടെ കാശിന് ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് വന്നേക്കുന്നവനാ ഞാൻ. നിങ്ങൾ പറഞ്ഞ ഒരു ഇഷ്ടക്കേടും കൂടാതെ ചെയ്യണമെന്നാ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഏട്ടൻ അങ്ങനൊന്നും വിചാരിക്കേണ്ട. എനിക്കൊന്ന് ഏട്ടനോട് സംസാരിക്കണം, എന്നിട്ട് മതി നമുക്ക് ബാക്കിയെല്ലാം. ഇയാൾ പറഞ്ഞു, എൻ്റെ ഭർത്താവല്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടാൻ പോകുന്ന ആൾ ഏട്ടനാ. ശരിക്കും? ആ, കർത്താവാണ് സത്യം. എൻ്റെ അപ്പച്ചന് ഇവിടെ ചെറിയൊരു ബിസിനസ്സാണ്. അമ്മച്ചി കാനഡയിൽ നേഴ്സും. രണ്ടാളും കൂടി മത്സരിച്ച് സമ്പാദിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും അവരൊരുപാട് ആലോചിച്ച് തീരുമാനിച്ചത്. എൻ്റെ കല്യാണം പോലും. ഇതാ എൻ്റെ ഭർത്താവ്. അവൾ ഫോണിലൊരു ഫോട്ടോ കാട്ടി. വെളുത്ത് കാണാൻ കൊള്ളാവുന്നൊരുത്തൻ. അവൻ്റെ ഒപ്പം ഇവൾ നിൽക്കുമ്പോൾ ഇവൾക്ക് നിറക്കുറവുണ്ട്. പക്ഷേ ഇവളെ കാണാൻ നല്ല രസമാണ്. പക്ഷേ എല്ലാവർക്കും തെറ്റി. അയാൾ എൻ്റെ അപ്പൻ്റെ അമ്മച്ചിയുടെയും പണം കണ്ട എന്നെ കെട്ടിയത്. ഫസ്റ്റ് നൈറ്റിൽ തന്നെ അയാൾ തുറന്നു പറഞ്ഞു, ക്യാഷ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിന്നെപ്പോലൊരു കറുമ്പിയെ ഞാൻ കെട്ടു എന്ന് തോന്നുന്നുണ്ടോയെന്ന്. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഞാൻ കുറേ കരഞ്ഞു. അയാൾ എൻ്റെ ദേഹത്ത് പോലും തൊടാറില്ല. പക്ഷേ ഒരിക്കൽ കുടിച്ച് ബോധം കെട്ട് വന്ന ഒരു ദിവസം അയാൾ എന്നെ പിടിച്ച് ചെയ്തു. ഞാൻ കുറേ എതിർക്കാൻ നോക്കി, കഴിഞ്ഞില്ല. പിന്നെയും 2-3 പ്രാവശ്യം ഇതുപോലെ നടന്നു. എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവൾ കണ്ണ് തുടച്ചിട്ട് പറഞ്ഞു, ഞാനിതൊക്കെ എന്തിനാ ഏട്ടനോട് പറയുന്നതെന്നോ? ഏട്ടനെങ്കിലും പൂർണ്ണ മനസ്സോടെ എന്നെ ഒന്ന് തൊടണം. അതിനു വേണ്ടിയാ ഞാൻ പൈസ കൊടുത്ത് വന്നത്. എനിക്ക് വലിയ ആഗ്രഹങ്ങൾ. ഞാനും ഒരു പെണ്ണല്ലേ. ഞാനന്ന് ആലോചിച്ചു, ഇവൾ ചെയ്ത തെറ്റെന്താ? ഈ നിറം അത് ഇവളുടെ കുറ്റമാണോ? ആ നായിൻ്റെ മോനെ പിടിച്ച് 2 പൊട്ടിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. എടി സാന്ദ്രേ, ദേ ഇപ്പം തൊട്ട് നമ്മുടെ കളി കഴിയും വരെ ഞാൻ നിൻ്റെ കെട്ടിയോനാ കേട്ടോ. നിൻ്റെ മണഗുണാഞ്ചം കെട്ടിയോനല്ല, നിൻ്റെ ജെറിച്ചായൻ. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണും മുഖവും ഒന്ന് വിടർന്നു. ഞാൻ സാന്ദ്രയെ മൊത്തത്തിലൊന്ന് നോക്കി. ഇരുനിറത്തേക്കാ താഴെയാണ് അവളുടെ നിറം. അധികം വണ്ണമില്ല, അധികം ചുവപ്പില്ല. ഒരു റോസ് കലർന്ന ചുണ്ട്, കൺമഷി എഴുതിയ കണ്ണ്, സിന്ദൂരം തൊട്ടിട്ടുണ്ട്. കഴുത്തിൽ ചെറിയൊരു സ്വർണ്ണമാല, അതിലവളുടെ കെട്ടിയോൻ കിട്ടിയ മിന്ന്. ഞാൻ അവളെ നോക്കിയിരിക്കുമ്പോഴാണ് ഡോറിൽ തട്ടി കേട്ടത്. സാന്ദ്ര എഴുന്നേറ്റ് പോയി ഡോറ് തുറന്നു. സേതുലക്ഷ്മിയാ. എടി, ഞങ്ങൾ കയറട്ടെ, അത് കഴിഞ്ഞ് പോരെ? സാന്ദ്ര സമ്മതിച്ചു. ഡോറ് തുറന്ന് ഷീബയും മകൾ സേതുലക്ഷ്മിയും കയറി വന്നു. ഷീബ കറുത്ത സാരിയും ബ്ലൗസും ഉടുത്തിരിക്കുന്നത്, സേതു ടീഷർട്ടും ജീൻസും. നമുക്ക് ഒരുമിച്ചാവാം, കുഴപ്പമില്ലല്ലോ? എന്ത് കുഴപ്പം? നിങ്ങൾ അമ്മയും മകൾക്കും കുഴപ്പമെന്തെങ്കിലും? കഴപ്പിനെന്തു അമ്മയും മോളും? ഞങ്ങളിത് ആദ്യമായിട്ടല്ല. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. കർത്താവേ, അമ്മയും മോളും ഒരുമിച്ച്, അതും ക്യാഷ് ഇങ്ങോട്ട് തന്ന്. ആണ്ടവാ, മിന്നിച്ചേക്കണേ. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റോറി? അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മുടെ ജൂലൈ ഓഗസ്റ്റ് പ്രീമിയം ടെലഗ്രാം ചാനലിലായിരിക്കും ഇടുന്നത്. അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്ത് സ്റ്റോറി ബാക്കി കേൾക്കാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.